പറഞ്ഞിട്ടുള്ളതാണ് മഞ്ജുഷ്. ഈ മന്ത്രിസഭ ലീഗിൻ്റെ മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിലെ ലീഗിൻ്റെ എണ്ണം നിങ്ങൾ നോക്കരുത്. പക്ഷേ കോൺഗ്രസ്സിലെ 63-ൽ ഒരു 50 പേരെങ്കിലും ജയിച്ചിട്ടുള്ളത് ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ലീഗിൻ്റെ മന്ത്രിസഭയാണ്. അപ്പോൾ ലീഗ് തീരുമാനിക്കും കാര്യങ്ങൾ. ഞാനതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല. അല്ല, ലീഗിന് ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ അത്ര പിടിവാശിയൊന്നും മദ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പിടിവാശിയുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും പിടിവാശിയുണ്ട്. പിന്നെ PM ശ്രീയിലാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. അവർ പറയുന്നത് BJPയുടെ കാവ്യവൽക്കരണം ഇവിടെ നടക്കില്ല. പക്ഷേ അതിന് ലീഗിന്റെ എങ്ങനെ പറയാൻ കഴിയും? അതെ, ലീഗിൻ്റെ BJPയുടെ കാവ്യവൽക്കരണത്തിന് പകരം ഞങ്ങളുടെ പച്ചവൽക്കരണം മതി എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഉപസമിതിയിൽ ശ്രീ ഷംസുദ്ദീൻ കൺവീനറായിട്ടുള്ള സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പുറകോട്ട് പോകേണ്ടി വരും, മുഖ്യമന്ത്രി അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വിധത്തിൽ അദ്ദേഹത്തിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിലെ എല്ലാ മന്ത്രിസഭകളെയും മുഖ്യമന്ത്രി ഇങ്ങനെ തീരുമാനം എടുത്താലും അത് തിരുത്തേണ്ടി വരും ലീഗിന്റെ സമ്മർദ്ദത്തിലെന്ന്. ലീഗിൻ്റെ സമ്മർദ്ദമുണ്ട്, കോൺഗ്രസിനകത്ത് VM സുധീരൻ്റെ സമ്മർദ്ദവും, പിന്നെ ഇപ്പോൾ വളരെ ഉറങ്ങിയിരിക്കുന്ന AK ആന്റണിയുടെ സമ്മർദ്ദവും വരും. ഈ ലീഗിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച 2 പേര് VM സുധീരനും AK ആന്റണിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കാനും ഇവരായിരിക്കും സഹായിക്കുക. നിങ്ങൾ നോക്കൂ, അതിന് മിടുക്കന്മാരാണ് അവർ രണ്ടുപേരും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ ബാറുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞ ഒറ്റ സാധനമാണ് അദ്ദേഹത്തിന് ആഫീസ് പൊട്ടിച്ചത്. ഒരുവിധം തപ്പി കാര്യങ്ങൾ കൊണ്ടുപോയി 2016 ആകുമ്പോഴേക്കും എല്ലാവർക്കും തൃപ്തികരമായ ഒരു സർക്കാരായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നയങ്ങളെ മുഴുവൻ അദ്ദേഹം വെള്ളത്തിലാക്കി. അന്ന് KPC പ്രസിഡൻ്റായിരുന്നു VM സുധീരൻ. 1995 അദ്ദേഹം, അതുപോലെ AK ആന്റണി അധികാരത്തിൽ വന്നു, കരുണാകരൻ മാറിയിട്ട് അദ്ദേഹം ഉടൻ തന്നെ തീരുമാനിച്ചു മദ്യനിരോധനമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആളെല്ലാം കൂടെ അദ്ദേഹത്തിന് അത് ചാരായ നിരോധനമാക്കി. ചാരായ നിരോധനം നടപ്പിലാക്കാനായിട്ട് ആരെയാണ് ഏൽപ്പിച്ചെന്നറിയോ? അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന പന്തളം സുധാകരൻ 91-ൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വണ്ടുവരുന്ന് ജയിച്ചതാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോറ്റു എന്ന് മാത്രമല്ല, പിന്നെ മന്ത്രിസഭയും പോയി. 96 മന്ത്രിസഭ പോയി.